അതേ, ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഈ കാറ്റത്ത് തൂങ്ങിയാടുന്ന ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താണെന്നറിയോ? ഇത് ഞാൻ പറയുന്നത് കൊത്തൻ ചക്ക. കൊത്തൻ ചക്ക അല്ലെങ്കിൽ ഇടിയൻ ചക്ക. ഇത് ഉപ്പേരിയൊക്കെ വയ്ക്കാറുണ്ട്. ഉപ്പേരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് എന്താ പറയുക, ഞാൻ ഇതിൽ നിന്നൊന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഉപ്പേരി വയ്ക്കാൻ. കണ്ടോ, ആടിക്കളിക്കുക. ഇനിയിപ്പം വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള കിടുവായിട്ടുള്ള സൂത്രം കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്തുട്ടാണ് ഇതിന് പറയുന്ന പേരെന്നോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ പേരായിരിക്കില്ലേ? അപ്പോൾ ആ പേര് ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് വായിക്കാനാണ്. ഇപ്രാവശ്യം എന്തായാലും നിറയെ അങ്ങോട്ട് കായ്ച്ചു കേട്ടോ. മനസ്സറിഞ്ഞിട്ട് കായ്ച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒന്നും കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഈ പ്ലാവൊക്കെ പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കായ്ക്കാത്ത പ്ലാവിൻ്റെ അടുത്ത് എന്നിട്ട് നമ്മളൊന്ന് പറയാം, ഇനി ഈ അടുത്ത വർഷം നീ കാച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വിറകാക്കും, വെട്ടിയിട്ട് അങ്ങോട്ട് വിറകാക്കും, അടുപ്പിൽ കയറ്റും എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ അടുത്ത് നിന്നിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. തൊട്ടടുത്ത വർഷം നിറയെ അടി മുതൽ മുടി വരെയും ചക്ക കൊണ്ട് നിറയും, അല്ലെങ്കിൽ മാവായാലും മാങ്ങ കൊണ്ട് നിറയും. അതാണ് അതിൻ്റെ ഐഡിയ. കാണിച്ചു തരാം കേട്ടോ. നിറയെ കാച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം. നല്ല കിടുവായിട്ടുള്ള വരിക്കപ്ലാവാട്ടോ. വരിക്കച്ചക്കയാണ് ഈ നിൽക്കുന്നത്. നിറയെ ഇഷ്ടംപോലെ ഉണ്ട്. മുകൾ ഭാഗത്തൊക്കെ നിറയെ ഉണ്ട്. നല്ല അടിപൊളി മധുരമുള്ള വരിക്കച്ചക്കയാണ്. കണ്ടോ, മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവനെ കണ്ടാൽ അറിയില്ലേ, നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഞാനിങ്ങനെ കാത്തിരിക്കും, ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, നിറയെന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടാറ് ചക്കയാട്ടോ എൻ്റെ പൊന്നു ഗൈസ്. ഒരു രക്ഷയല്ല. മുട്ടൻ്റെ ഇവൻ്റെ മുന്നിൽ നമ്മൾ മുട്ട നിൽക്കണ്ട. അതുപോലെ ജാതി മധുരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ രുചിയെന്ന് അറിയാവോ?